വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മസാല ചായയാണിത്. ഇതിൻ്റെ ഉറവിടം ഇന്ത്യയാണെങ്കിലും ഇതിപ്പോൾ ലോകം മുഴുവനും പോപ്പുലറായിട്ടുള്ളൊരു ഫ്ലേവേർഡ് മസാല ചായയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. ഇതിനായിട്ട് ഞാൻ ചെറിയ 4 ഏലക്ക, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ ഒരു ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, 1/2 ഇഞ്ച് അളവിൽ ഇഞ്ചി, ഇതെല്ലാം എടുത്തിട്ട് ഇഞ്ചിയും ഏലക്കയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ് ചായക്കുള്ള അളവിനാണ് വെക്കുന്നത്. 2 ഗ്ലാസ് ചായക്ക് ഞാൻ എടുത്തിരിക്കുന്ന 250 ml കപ്പിൽ 1 കപ്പ് പാലും അതേ അളവിൽ തന്നെ വെള്ളവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. പാലൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നോർമൽ ഒരു മധുരമായിരിക്കും. അപ്പം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇഞ്ചി, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട്. ഈ അളവിനാണ് നിങ്ങൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് ഫ്ലേവേർഡ് ചായയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ അളവിൽ ചെയ്ത് നോക്കുക. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സ്പൈസസ് എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. പക്ഷേ അത് കുറച്ചുകൂടി കടുപ്പം വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കൂടി പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യുക. നോർമൽ, അതായത് ഒരുപാട് കടുപ്പമല്ല, ഒരു നോർമൽ കടുപ്പത്തിൽ കിട്ടും. കുറച്ചുകൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടിയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കൂടിയോ കൂട്ടി കൊടുക്കാം. 2 ടീസ്പൂൺ തേയിലയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു മീഡിയം കടുപ്പത്തിൻ്റെ ഉള്ള ഒരു ചായ കിട്ടും നമുക്ക്. തേയിലയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ലോയിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തിളയ്ക്കും. നമുക്കിതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി കിട്ടണം. അതായത് പാലൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് കടുപ്പം പെട്ടെന്ന് ഇറങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ചായക്ക്. നമ്മുടെ ചായ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി കടുപ്പം കിട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അല്ല എങ്കിൽ നമ്മുടെ ചായയിലേക്ക് ഒരുപാട് കടുപ്പം ഇറങ്ങിയിട്ട് വേറൊരു ടേസ്റ്റ് ആയി പോവും. അപ്പോൾ ആ ഉടനെ തന്നെ നമ്മളതൊന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചായ അരിച്ചതിന് ശേഷം അടിച്ചെടുക്കുമ്പോഴാണ് അതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ചേഞ്ചിന് വേണ്ടി എന്നും നമ്മൾ കുടിക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായി മസാല ചായ തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.